ഹലോ, ഞാൻ മടിയൻ. കാമായി കളിക്കാം. ദൈവമേ, പൂച്ചാനിട്ടേ. Guys, welcome to Evil at my space. Guys, നമ്മൾ വന്നിരിക്കുന്ന ഒരു കിടക്കാച്ചി പൊളപ്പാറ്റി വിഷയം ഒരു ലെസ് പ്ലേ സീരിയസുമായിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ മടിയൻ. ഓക്കെ, അപ്പം ചെറിയൊരു കാര്യം ഞാൻ പറയാമെന്ന് പോയി. ഞാൻ എഴഞ്ഞ നിങ്ങൾ കണ്ടായിരുന്നു. പെരേക്ക് എഴഞ്ഞത് കണ്ടോ? എന്താ കാര്യം അറിയുമോ? നമ്മൾ ഈ എപ്പിസോഡിൽ നോ സ്പ്രിൻറ്റിങ്, നമ്മൾ പെതുക്കെ നടക്കൂ. അതുകൊണ്ട് നമുക്ക് പെതുക്കെ പോയി ഒരു മരം വെട്ടാം. ഓക്കെ, അപ്പോൾ നമ്മൾ വെറൈറ്റിക്ക് മരം വെട്ടുന്നില്ല. നമ്മൾ വെറൈറ്റിക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് പൂക്കൾ, പൂക്കൾ, കണ്ടോ? നമ്മൾ മരം വെട്ടി തുടങ്ങേണ്ട. നമ്മൾ സ്പോണായിരിക്കുന്ന അതിമനോഹരമായ സുന്ദരമായ ജംഗിൾ ബയോമിലാണ്. സോ ഇത് കുറച്ചു സുന്ദരമാക്കുന്നത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പാക്ക് കാരണം കുറച്ചുകൂടെ സുന്ദരമാണ്. നോക്കൂ, ഏതാണ് പാക്ക്? നിങ്ങൾ തുള്ളിച്ചാടുന്ന് കാണുന്നുണ്ടോ? അതാണ് ആക്ഷൻ സ്റ്റഫ്. നമ്മൾ ആക്ഷൻ സ്റ്റഫ് പ്രൊഡക്റ്റാണ് ഈ വേൾഡ് നമ്മൾ കളിക്കാൻ പോകുന്നത്. എനിക്കിത് കണ്ടപ്പോൾ, ഈ ഏരിയ കണ്ടപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ബേസ് കിട്ടിയാലോ. എൻ്റെ ഒരു നിയമമെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ചലഞ്ച് വെച്ചാൽ, എനിക്കൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. നമ്മൾ സൺസെറ്റ് ആവുന്ന മുമ്പേ എന്ത് ചെയ്യണം? ബേസിനുള്ള ഏരിയ കണ്ടുപിടിക്കണം. പിന്നെ കണ്ടുപിടിക്കണമെന്നാണ് ആ ഒരു ചലഞ്ച്. അത് നമ്മൾ ഇടയ്ക്ക് ആരുടെ അകത്ത് പൊട്ടിയിട്ട് പോയേ? ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. നമ്മളിടയ്ക്ക് നമ്മൾ സ്പ്രിങ് ചാലഞ്ച് മറന്നു പോകുന്നു. പിന്നെ നമ്മൾ വേറെ കാര്യം മറന്നുപോയി. കഥ പറഞ്ഞങ്ങ് പോവുക. നമുക്ക് ഇതെല്ലാം തുടങ്ങണമെങ്കിൽ അത്യാവശ്യം ഒരു സാധനം നമ്മുടെ കയ്യിൽ വേണം. എന്താണത്? ക്രാഫ്റ്റിംഗ് ടേബിൾ കൊടുക്കാൻ, നമുക്ക് വെക്കാൻ കൊണ്ട്. അയ്യോ ഹായ് പന്നിക്കുട്ടി, കണ്ട പന്നി ആടുന്ന കണ്ട. ടിങ് 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 ടിങ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 2 സ്റ്റിക്ക്. അയ്യോ ഒരു മിനിറ്റേ, ഒരു സാധനം കൂടെ വേണം. അപ്പം നമ്മുടെ കൈ വരുന്നു ഇത് പിക്കാക്സ്, സ്പിയർ എന്നിപ്പം വേണ്ട, ഒരു വുഡൻ ആക്സ്. പിന്നെ അടുത്ത ദിവസം വരുന്ന സൺസെറ്റ് ആവുന്നവരെ നമ്മൾ സ്റ്റോൺ ഉപയോഗിക്കില്ല. എന്നാലല്ലേ ഈ സീരീസ് കുറച്ച് വെറൈറ്റി ആകത്തുള്ളൂ. സോ നമുക്ക് ആദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഏരിയ തപ്പിപ്പിടിച്ചിട്ട് ഇവിടെ തന്നെ നമ്മൾ ബേസ് കിട്ടാനാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ലഷ്കയുണ്ട്. അപ്പം കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് പ്ലെയിൻ ഏരിയ ഞാൻ കാണുന്നു. സോ അവിടെ ആയിരിക്കും നമ്മുടെ പ്ലെയിൻ ഏരിയ അല്ല, ബാമ്പു. നമുക്ക് ഈ ബാമ്പു ഒക്കെ വെട്ടി ക്ലിയർ ആക്കാം. എന്നിട്ട് ഈ അടുത്തുള്ള ഏരിയ ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കാം. ഞാൻ അത്രയ്ക്ക് ബിൽഡറൊന്നും അല്ല, എന്നാലും നമ്മളെക്കൊണ്ട് ആവുന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഇതൊക്കെ ഈ വേൾഡ് ഒന്ന് പോകത്തുള്ളൂ. നമ്മളിതിനെ ആസ്വദിച്ച് കളിക്കാന്നല്ല പറയണ്ടേ. ഈ ഒരു മൈൻക്രാഫ്റ്റ് നമ്മൾ സ്പീഡ് റൺ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളങ്ങനല്ല, നമ്മൾ അതിനെ ആസ്വദിച്ച് കളിക്കും. ആസ്വദിക്കേണ്ട സമയത്ത് ആസ്വദിക്കും. ഇൻറ്റൻസ് ആവേണ്ട അടുത്ത് നമ്മളെന്ത് ചെയ്യും? ഇൻറ്റൻസ് ആവും. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ വിഷയത്തിന് വീണ്ടും വീണ്ടും കടന്നു പോകുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് ഒരു സോഡ് ഉണ്ടാക്കിയാൽ, ഒരു വുഡൻ സോഡ് ഉണ്ടാക്കിയാൽ നമുക്കിത് പെട്ടെന്ന് ക്ലിയർ ആക്കാൻ പറ്റും. ഭാഗ്യത്തിന് സാധാരണ നമുക്കുണ്ടായിരിക്കുന്ന ഒരു ബഗ് ഇവിടെ ഇപ്പോൾ ഇല്ല. ഈ ബാമ്പുവിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ നമുക്ക് സാധാരണ ഒരു ബഗ് ഉണ്ടാകുന്നായിരുന്നു. പക്ഷേ ഇപ്പം ആ ബഗ്ഗില്ല. എന്തോ മൈൻക്രാഫ്റ്റുകാർ ഫിക്സാക്കിയെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് വെക്കാം. എന്നിട്ട് ഇതിങ്ങോട്ട് എടുത്തിട്ട് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഒരു സോഡ് അങ്ങോട്ട് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ അങ്ങനെ ഉടൻ സോഡ് വീശും ഞാൻ നിങ്ങളെ വെട്ടും. ഞാൻ പടകം പറഞ്ഞ് താൻ തെറിന്ന് തിണ്ടറിൻ്റെ തോ
ഈ കണ്ടന്റ് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇത് കാരണമാണ് ഞാൻ ഇതെടുക്കാനുള്ള കാര്യം. ഇതെടുക്കാൻ എന്നെ സഹായിച്ച എൻ്റെ ഒരു ചങ്ങാതി ക്രിയേറ്റീവാണ്. ഒരു ക്രിയേറ്റീവ് കാരണമാണ് ഈ സാധനം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ആ വെട്ടി ആ കടുകം പറഞ്ഞ് തിരിഞ്ഞ് പറഞ്ഞ് പൊറിഞ്ഞ് പറഞ്ഞ് എന്തൊക്കെ ഞാൻ പറയുന്നത്, പൊരിഞ്ഞ് പറഞ്ഞ്. അപ്പം നമ്മൾ ഇവിടെ അത്യാവശ്യം ഒരു ഏരിയ ഒന്ന് വെട്ടി തിളപ്പിച്ചിട്ട് ഞാൻ വരാം. ഓക്കേ, നമ്മൾ ഈ പാമ്പ് വെച്ച് നമുക്ക് വീടുണ്ടാക്കാം. ഏതാ ബുദ്ധി? അപ്പോൾ ശരി, എന്നാൽ പോയിട്ട് വരാം. അങ്ങനെ ഇത്രയും അത്യാവശ്യം പാമ്പ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെടല്ലേ, ഒന്ന് കുളിച്ചിട്ട് വരാം. ടിങ്. ഇത് കണ്ടോ, ഇതുകൂടെ കാണിക്കാൻ വേണ്ടി കുളിക്കാൻ വേണ്ടി പോയത്. അയ്യോ അയ്യോ, ഈ മക്കളെ ഞാൻ ഒടിഞ്ഞ് പറഞ്ഞു കണ്ടാ, അനിമേഷൻ കണ്ടാ. ഇതാണ് മന്നേ നമ്മൾ എത്രയും സക്സസ്ഫുള്ളി ക്ലിയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്തു. ഒരു നൈറ്റ് ഫുള്ളി ഞാൻ കഷ്ടപ്പെട്ട് സ്കിപ്പാക്കി. അയ്യോ, ചാവേണ്ടതായിരുന്നു. ഞാൻ ഒരിടത്ത് പോയി കുഴിച്ചതല്ല, ഒരു മരത്തിനുണ്ട കയറി വിളിച്ചിരുന്നു. അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ഒരു ദിവസം സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യാതെ നമ്മൾ അതും സക്സസ്സായി. സ്പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക്, അത് ചെറുതായിട്ട് ഫെയിലായിട്ടുണ്ട്. ഓക്കെ, അത് പോട്ടെ. തൽക്കാലം ഞാൻ ബേസ് പണി തുടങ്ങുന്ന മുമ്പ് കുറച്ച് സ്റ്റോൺ കൂടെ കളക്ട് ചെയ്യാം. സ്റ്റോൺ കളക്ട് ചെയ്തു, ആവശ്യത്തിലുള്ള സ്റ്റോണും സെറ്റ്. ഓക്കെ, ഇതടക്കണ്ടായിരുന്നു. ഒരു പരിപാടി ചെയ്യണം. ഇവിടെ ഞാൻ ഉണ്ടെന്നായിരുന്നു. ഞാൻ എങ്ങനെ മനസ്സിലാക്കും ഇത് ഇവിടെ വരണമെന്ന്? അതിനിപ്പോൾ ഗ്രാവൽ തന്നെ മെയിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അമ്മേ, സോംബി. അയ്യോ, ഓടിക്കോ അമ്മച്ചി. അയ്യോ, അടി കിട്ടി. ഇവൻ എന്താ ഇവിടെ? ഇവൻ വെള്ളത്തിൽ കിടക്കുന്നവനല്ലേ? അവനും വന്നേക്കുന്നു. നമുക്കൊക്കെ പേർപ്പാണ് ഇല്ല ഉണ്ണികളെ. നമുക്ക് പല ടൈപ്പുള്ള പശു വന്നതുണ്ട്. ഏതാണ്ട് ഒരുത്തനവൻ. അയ്യോ, എല്ലാവരും ഉണ്ട്. ആ മക്കളെ കത്തിച്ചാവാം കാണാം. ജസ്റ്റ് അവിടെ നിന്ന് കേൾക്കാം. കണ്ടോ ആനിമേഷൻ കണ്ട? കത്തി വരുന്ന ഓടിയാണേ. അയ്യോ, ഞാൻ പേടിച്ച് പോയേ. അമ്മേ, ഞാൻ മൂഞ്ചിന്. ബാക്കിൽ കൂടെ വല്ല അമ്പും വല്ലതും വരണം, അപ്പം തീർന്ന് കിട്ടും. വരാം. പൊളിച്ചിരിക്കുന്ന പക്ഷേ ബീരുക്കളാണ് അങ്ങനെ ചെയ്യുന്നത്. ബുദ്ധിമാന്മാർ ഒളിച്ചിരിക്കത്തില്ല, കത്തിച്ചാവും. എന്താ സുഖം കാണാൻ. ഇടയ്ക്ക് സമയം സൈക്കിൾ പോകുന്നുണ്ട്, കുഴപ്പമില്ല. വെയിറ്റ്, ഇരുന്നാലും ഇവിടെ കറങ്ങി നടക്കുമല്ലേ. മഞ്ഞേ ഒന്ന് മാറിയെത്താലാ. ഹൈ, വന്നേ. അയ്യോ, മോനെ കൊല്ലൂ. ഇങ്ങോട്ട് വാ മാമനെ. മോനെ തക്കോളിങ് വാ, തക്കോളി കൂട്ടാ മാമനെ, ഇങ്ങനെ വാ. അയ്യോ, വീണ്ടും ഞാൻ ചാവുമല്ലോ. ഒരു ബെഡ് ഉണ്ടാക്കാനുള്ള ഷീപ്പിനെയും കിട്ടിയില്ല. മോനടി, ഞാൻ ഇപ്പോൾ ഷീപ്പിനെല്ലാം കിട്ടുമോ? ഷീപ്പുണ്ടോ? ഇവിടെ മൊത്തം ഇരുട്ടാണല്ലോ. ഷീപ്പും ഇല്ല, ഒരു കോപ്പും ഇല്ല. പാണ്ട ഉണ്ട്. എന്ത് പാണ്ട തൊലി ഇരിക്കാൻ പറ്റൂ? ആരും അറിയണ്ട, നമ്മൾ ഓടി രക്ഷപ്പെടാൻ പോകുന്നു. അയ്യോ, സ്കെൽട്ടൻ എല്ലാം ഉണ്ട്. ഒരു മിനിറ്റ്, ഒരു പരിപാടി ചെയ്യാൻ പോകും. ഓക്കെ, രക്ഷപ്പെട്ടു. ജംഗിളിൽ താമസിക്കാൻ പറ്റിയ സമ്മതിക്കത്തില്ല ഉമ്മാർ. എൻ്റെ ഉളുത്താവളം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഉളുത്താവളം. ഇതെന്തിരിത്? മരം കരണ്ട. ഞാൻ എന്നാലേ പോയി രാവിലെ ആയിട്ട് കാണിക്കാം. ഓക്കെ, സ്റ്റിൽ ഐ ആം എലൈവ്. നമ്മൾ നേരത്തെ ഉള്ള സ്ഥലത്ത് തന്നെ എത്തി. നിങ്ങളെന്ത് ഡാൻസ് കളിക്കുന്ന നടക്കും? എടാ മോഞ്ഞെ കുട്ടാ, ഞാൻ പെട്ടിരിക്കുക. നിനക്കൊന്നും അറിയണ്ടല്ലോ, നിനക്ക് അവിടെ നിന്നും കളിച്ചുകൊണ്ടിരുന്നാൽ പോയി. ഞാനിവിടെ ചന്ദ്രൻ. ചന്ദ്രൻ നക്ഷത്രവും കാണാം. എന്താ രസം.
അറക്കല്ല് വലിയ കൂടാരൊന്നും ഉണ്ടാക്കത്തില്ല, ചെറുതായിട്ട് വരാണ്ട്. നമ്മൾ ചെറിയ വീടുണ്ടാക്കും, വലുതായിട്ടൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. എല്ലാവരും ഉണ്ടാക്കാനുള്ള സമയം നമ്മൾ പെട്ടെന്ന് നമുക്കൊരു വീടുണ്ടാക്കാം. ഓക്കെ, ഇത് മുടക്കി അവിടെ നമുക്കൊരു തടി വല്ല എന്തെങ്കിലുമൊക്കെ വെച്ചൊരു സ്ലിപ്പ് മൗണ്ട് ചെയ്യുന്നെങ്കിൽ ബാബു സമ്മതിക്കുമോ? എന്തൊക്കെയോ എവിടേക്കോ കുഴപ്പമില്ല. ഇതിപ്പോൾ പറപ്പാണ് ഇവിടെ സെറ്റ്. സൂര്യൻ ഉദിച്ചു വരുന്നു. ഓക്കെ, സെറ്റ്. വീട് സെറ്റ്. എന്തൊരു കുറവ്. ഇപ്പം സെറ്റ്. ഇതൊക്കെ എന്നെ കൂടെ പറ്റത്തുള്ളൂ. സോ ഒരു ബെഡ് നമുക്കിനി സംഘടിപ്പിക്കണം. അത് തന്നെ, അതിനിപ്പോൾ അപ്പുറത്തെ ഐലൻഡിലോട്ട് പോകേണ്ട വരും. നോക്കാം, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പെട്ടു. നമുക്കതുകൂടെ ഉണ്ടാക്കിയിട്ട് വേണം ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ. ഹായ് ചീപ്പുട്ടന്മാർ, ഇവരെ ഞാൻ അറക്കും ഞാനെന്ന്. മഞ്ഞേ സുഖമില്ലടാ, ഓടരുത്. അതെന്തിരി ഫസ്റ്റ് ഡെത്ത് സംഭവിച്ചിരിക്കുന്നു. കഷ്ടമാണ് ദൈവമേ, ഇതെന്തിരിത്. ആദ്യത്തെ ചാവൽ നമ്മൾ നടന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു ലൂട്ട് എടുത്തിട്ട് വരാമല്ലേ, അങ്ങോട്ട് കാണിക്കാം കേട്ടോ. ചെറുതായിട്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാര്യം ഞാൻ ചത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിനുള്ള സമയം നമ്മൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളൊരു ചലഞ്ച് ഫെയിലായി, എൻ്റെ ചലഞ്ച് സ്പ്രിൻറ്റ് ചെയ്തു, പിന്നെ ബെഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അടുത്ത എപ്പിസോഡ് നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.